സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് വലുതായിട്ട് ഡാൻസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പൊ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം. മോളിൽ നിന്നാണ് പറഞ്ഞത്, താഴെ നിന്നാണ് പറഞ്ഞത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. താഴെ തന്നെ പോലെ ഇങ്ങനെ 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 ചെയ്യുന്ന. ഓക്കെ, കാലിങ്ങനെ പൊക്കിയിട്ട് 4 പ്രാവശ്യം. 1 2 3 4. ഓക്കെ ഓക്കെ, റെഡി? 1 2. ആ ശരി. വേഷം കെട്ടിട്ട് ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഉപ്പ് കറുപാട് ഊറ് വെച്ച സോറ് ഉത്തിപ്പിട നീ പോതും എനക്ക്. മനസ്സിലായില്ലേ? അത്ര എളുപ്പമുള്ള പരിപാടി അല്ല ഈ പരിപാടി എന്ന് തോന്നുന്നു. ചോദിച്ചു വാങ്ങിയതാണേ കൂടെ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ജിസൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതിനകത്ത് തന്നെ ഞാൻ ചോദിക്കാണ്, അതായത് ഇപ്പൊ നമ്മള് ജിസൻ തന്നെ പോയിട്ട് ചോദിക്കുമ്പോൾ എല്ലാരും പെട്ടെന്നൊന്നും സമ്മതിക്കണമെന്നില്ല. അതായത് ചിലവര് പെട്ടെന്ന് സമ്മതിക്കുന്നവരുണ്ടാവും, ചിലവർ പെട്ടെന്ന് സമ്മതിക്കാത്തവരുണ്ടാവും. അപ്പൊ എത്ര ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ജിസന് ഒരു ഡാൻസ് വീഡിയോ കിട്ടുന്നത്? ഒരു 10-20 പേരെ ചോദിക്കുമ്പോഴാണോ 1-2 കിട്ടുന്നത്. ഡിപ്പെൻസ് ആണ്. ചില ദിവസമൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് പോകും, എന്നിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരെ നിന്ന് മാക്സിമം കവറപ്പ് ചെയ്യാൻ നോക്കും. അപ്പൊ ചില ദിവസം അങ്ങനെയൊക്കെ പോയിട്ട് ഒന്നുപോലും കിട്ടാതെ തിരിച്ചു വന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അവർ ചിലപ്പോൾ നോ ആയിരിക്കും പറയാ. നോ പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല, കാരണം അവരുടെ ഒരു പ്രൈവസി നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവർ നോ പറയുമ്പോൾ ഓക്കെ. പിന്നെ ചിലവർ നോ പറയുമ്പോൾ അവർ ഇങ്ങനെ ആയിരിക്കും പറയാ, നോ എന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അയ്യോ പെട്ടെന്ന് ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ കളിക്കുന്ന എങ്ങനെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെതിയെ ഫോഴ്സ് ചെയ്യും. ബാഹനെ നമുക്ക് സെറ്റാക്കാം, റെഡിയാക്കാം, വായോ എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി എടുക്കും. ഒരുപാട്, അതായത് കേരളത്തിൽ മാത്രമല്ല ജിസൻ വീഡിയോ എടുക്കുന്നത്, പുറത്ത് പോയിട്ടും, അതായത് ഗോവ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജിസൻ ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള നല്ല നല്ല മെമ്മറീസ് എങ്ങനത്തെയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കേരളത്തിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളല്ല അവിടെ ഉള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ കാർബൺ പാർക്ക് ഉണ്ടല്ലോ, അവിടത്തേക്കാണ് ആദ്യത്തെ ദിവസം ഞാൻ വിട്ടത്. അപ്പൊ അന്ന് ഞാൻ പോയിട്ട് കുറെ പേരോട് ചോദിച്ചു. ചിലത് എനിക്കിതുവരെ ഉണ്ടാവാത്ത രീതിയിലൊരു ഭയങ്കര ഒരു കളിയാക്കൽ രീതിയിലുള്ള ഒരു ഇൻസൾട്ട് പോലെ എനിക്ക് ഫീൽ ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സീനായിരുന്നു. ഞാനന്ന് വീട്ടിൽ വന്നു, ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ അവന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞാൽ എന്തോ ഇതൊക്കെ ശരിയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്നിട്ട് ഞാൻ വിഷമിച്ചു. മനുഷ്യരല്ലേ, നമുക്ക് ഇമോഷൻ ഉണ്ടല്ലോ, വിഷമം വരുമ്പോൾ വിഷമിക്കാൻ കരയുമ്പോൾ കരയാം. ഞാൻ ഒരു ഇമോഷൻ കൈയാണ്, ഞാൻ ചെയ്യുന്നത്. അപ്പം വിഷമിച്ചിരുന്നു. അടുത്ത ദിവസം എന്ത് ചെയ്തു, പിന്നെ അവിടെ തന്നെ പോയി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നടക്കില്ല, അപ്പൊ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി. അങ്ങനെ അവിടുത്തെ കുറെ വീഡിയോസ് കിട്ടി. അങ്ങനെ അവിടുത്തെ വീഡിയോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മില്യൺ പോയ എൻ്റെ ഒരു വീഡിയോ. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പേഴ്സണാലിറ്റി എല്ലാവരും വ്യത്യാസമാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പം അതെല്ലാം വ്യത്യാസമാണ്. അപ്പം നമ്മൾ മാറ്റി ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ആവും, അത്രേ ഉള്ളൂ. ശരിക്കും പേര് ജിസൻ, അതായത് ഇൻസ്റ്റയിലൊക്കെ കൊടുത്തേക്കുന്നത് ജിസൻ സായോ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ? അല്ല, ആക്ച്വലി നമ്മള് CID മൂസയില്ലേ, ആ സിനിമയിൽ പറയുന്ന പോലെ മൂവിയുടെ മൂവും സൗയുടെ സായും എന്ന് പറയുന്ന പോലെ ജിസൻ സാം ഉമ്മൻ എന്നാണ് എന്റെ പേര്. അപ്പം സാമിന്റെ സായും ഉമ്മന്റെ ഓയിൽ കുറിച്ച് സായോ ആക്കിയിട്ട് ജിസൻ സാവോ എന്നൊക്കെ ഷോർട്ട് ആക്കി. വലിയ പേരല്ലേ, അപ്പൊ പറയാൻ കുറച്ച് ഇതുള്ളതുണ്ട്. വീട്ടിലായിരിക്കാനുള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, അളിയൻ. ഈ ഫാമിലിയിലെ എല്ലാവരും ജിസന് സപ്പോർട്ടാണോ? അതായത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ റീച്ച് ആവണമെന്നൊന്നുമില്ല. അതായത് ചിലപ്പോൾ നമ്മൾ ചെയ്ത് കുറേ ഇപ്പൊ തന്നെ ജിസന് ഒരുപാട് വർഷം എടുത്തിട്ടുണ്ട് ജിസൻ ഒന്ന് പോപ്പുലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കാലം ഫാമിലി സപ്പോർട്ട് ചെയ്തോ, അല്ലെങ്കിൽ നീ ഇത് മതിയാക്ക്, സാധാരണ ടിപ്പിക്കലായിട്ട് എല്ലാവരും പറയുന്ന പോലെ നീ ഇതിന് പോ, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു? ആക്ച്വലി എടുത്തു പറയേണ്ടത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ കാണുവാണെങ്കിൽ ഞാൻ ഇതിൽ ഇത്രയും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വെച്ചാൽ ഞാൻ ഹോൾഡ് ചെയ്ത് നിൽക്കും, പക്ഷെ എന്നാലും എനിക്ക് അതിന് കുറച്ച് സപ്പോർട്ടൊക്കെ വേണ്ടിയതുണ്ട്. അപ്പോൾ സിസ്റ്ററാണ് എന്നെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതും വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഇപ്പോഴും അവർ അങ്ങനെയാണ്. പിന്നെ അച്ഛൻ എന്താ പറയുക, അച്ഛൻ എപ്പോഴും പറയുന്നത് ജോലി പോകാം, അതല്ലേ സ്ഥിരമായിട്ടുള്ള വരുമാനം എന്നൊക്കെ പപ്പ പറയാറുണ്ട്. അച്ഛൻ ആ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ പപ്പാന്ന് വിളിക്കുന്നത് കേട്ടോ, പപ്പ. അപ്പം പപ്പ സ്നേഹം കൊണ്ട് പറയാറുണ്ട്, മോനേടാ ഇതിലൊക്കെ പോയാൽ നിനക്ക് എന്താ ഉള്ളത്, നിനക്കൊരു വരുമാനം വേണ്ടേ, സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പക്ഷെ എന്നാലും ഞാൻ പപ്പ എന്നാലും സപ്പോർട്ടാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അമ്മ അന്നോട്ട് സെറ്റാണ്. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അമ്മയായിരിക്കും അവിടെ ന്യൂസ് പേപ്പർ ആയിട്ട് എല്ലായിടത്തും പോയി പറയുന്നത്, മോൻ ഇന്ന് ഇത് പോയി, ഇന്നിപ്പോ ഇന്നിപ്പോ ഇന്റർവ്യൂവിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മി അവിടെ ഒരു ആഘോഷമാക്കിയിട്ടുണ്ട്. മമ്മിയാണ് ശരിക്കും എന്നെ ഈ ഒരു ഫീൽഡ് ഡാൻസ് എനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിൽ കൊണ്ടുവന്നതും മിക്കവാറും അമ്മ തന്നെയായിരിക്കും. ബിക്കോസ് കുഞ്ഞിലോട്ട് അവൻ ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ എല്ലാത്തിലും പുഷ് ചെയ്ത് വിടുന്നൊക്കെ അമ്മയാണ്. ജിസന്റെ ആദ്യത്തെ, അതായത് ഡിജിറ്റൽ മീഡിയയിലുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ABC മലയാളത്തിന് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജിസന്റെ എഫേർട്ടിന് ജിസൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരാളായിട്ട് മാറട്ടെ.
താങ്ക് യു. എനിക്കും വളരെ സന്തോഷം നമുക്ക് ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂ എനിക്ക് തന്നതിലും. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.